ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. അപ്പം ഞാൻ സ്കൂളൊക്കെ വിട്ട് വന്ന് അല്ലേ. ഇനി ഞങ്ങൾ ഒരു പാൽ കാപ്പിയൊക്കെ കുടിച്ച് കടയിൽ പോകും. സ്കൂളൊക്കെ വിട്ട് വന്ന് ചായ കുടിക്കണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സലൂണിലേക്ക് ഒന്ന് പോവും അല്ലേ. ഒരു വർക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് ബീച്ചിൽ കൊണ്ടുപോകട്ടാ. കുറേ ദിവസമായില്ലേ പോയിട്ട്. ഇവിടെ അടുത്താണ് ബീച്ച്. അപ്പം ഇന്ന് കുഞ്ഞനെ ബീച്ചിൽ ഒന്ന് കൊണ്ടുപോകാന്ന് ചോദിച്ചു അല്ലേ. കുഞ്ഞനെ ടാബ് നോക്കണ തിരക്കിലെന്ന്. ടാബിലുണ്ട് ഞാൻ കണ്ട നോക്ക്. ഇതാണ് കുഞ്ഞനെ മൂകഥ. അതിൽ ശ്രദ്ധിച്ചിരിക്കുക. ടാബിൽ അതിന് മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കണം. നമ്മൾ കടയിലെത്തി, ഷോപ്പിലെത്തി, സലൂണിൽ. അപ്പോൾ നമ്മൾ കസ്റ്റമറിനുള്ള വെയിറ്റിങ്ങിലാണ്. ഇപ്പോൾ വരും. അപ്പോൾ കുഞ്ഞൻ താഴെ ഒന്ന് കറങ്ങി വന്ന് ഇവിടെ വെക്കുന്നുട്ടാ. ചിരി ഇതേ ചിരി ഇതുട്ടാണത്. ഇതെവിടെ കിട്ടി? താഴത്ത് വെച്ചെന്നാ ബിനാന്. അപ്പോൾ കസ്റ്റമർ വന്നിട്ട് വരാട്ടാ. അപ്പം ഫ്രണ്ട്സ്, കസ്റ്റമർ വന്നിട്ടോ. ഈ ചേച്ചിയുടെ വീട് അടുത്താണ്. അപ്പം ഒന്ന് ത്രെഡ് ചെയ്യാണ്. അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങൾ ബീച്ചിലെത്തി അല്ല. അപ്പോ കണ്ടോ, കടലാണ്. ആ കാണാണോ? ഞങ്ങളെ വീടിന്റെ അടുത്ത് തന്നെയാണ് ബീച്ച്. കുറച്ച് പോവാം. അവിടെ നല്ല ഉപ്പിലിട്ട് വാങ്ങിയാലോ. അപ്പൊ ഞങ്ങൾ ഉപ്പിലിട്ട് വാങ്ങാൻ പോണു. സന്നല്ല അപ്പൊ എനിക്ക് ഇത് വാങ്ങിട്ട് പൈസ കൂടുതൽ വേണം. കരളി വെള്ളത്തില്ല. ഭയങ്കര കടലൊക്കെ ഉണ്ട് അല്ലേ. ശക്തമായിട്ടുള്ള തിരമാലാണ്. നല്ല കടലൊക്കെ പോലെ തോന്നണേ. കൊല്ല തണുകൊണ്ടിട്ടാ. കൊല്ല തണുവില്ലേ? തണുത്ത വെള്ളം. നല്ലപോലെ തണുത്തുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങൾ ബീച്ചിലെത്തിട്ടോ. നിർത്തല്ലേ. ഭയങ്കരമായിട്ട് പോവുന്നുട്ടാ. കടലിൽ നിന്ന് ഭയങ്കര കടലൊക്കെ കൂടുതൽ ദിവസമാണ്. നമ്മളെ വീടിന്റെ അടുത്ത് തന്നെയാണ്. കുറച്ചേ പോണ്ടു. ഒരു എത്ര കിലോമീറ്റർ ഉണ്ട്? ഒരു 3 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ നമ്മളെ വീട്ടിൽ. അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങൾ പോകുന്നു. പെട്ടെന്ന് പോകുന്നു അല്ലേ. ഭയങ്കര തിരയുണ്ട്. പിന്നെ ഭയങ്കര പുക പോലെ അല്ലേ. കടല് ഭയങ്കര ഇതുണ്ട്. കടലേറ്റുണ്ട്. നല്ല പോലെ തിരയുണ്ട്. പഫ്ക്ക് വാങ്ങിച്ചോട്ടാ. അപ്പോൾ 50 വീട്ടിൽ പോകും. നേരെ വീട്ടിൽ. അപ്പൊ ഇനി ശരി അല്ലേ. അപ്പോ